സ്ത്രീകൾ മാത്രം താമസിക്കുന്ന, പുരുഷന്മാർക്ക് പ്രവേശനമേ ഇല്ലാത്ത നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ താമസിക്കുന്ന സ്ത്രീ ജന്മം നൽകുന്നത് ഒരു ആൺകുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി വളർന്ന് സ്വയം പര്യാപ്തത എത്തുന്നതുവരെ അവർക്ക് രണ്ടുപേർക്കും അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് ഒരു പെണ്ണാണെങ്കിൽ മാത്രമേ ഈ ഒരു നഗരത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ 48 വർഷമായിട്ട് ഒരു കുറ്റകൃത്യം പോലും അവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 1000-ലധികം ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു സ്ഥലം നിയന്ത്രിക്കുന്നത് പോലും 40 സ്ത്രീകളാണ്. പറഞ്ഞു വരുന്നത് അമേരിക്കയിൽ ഒറിഗൻ സ്റ്റേറ്റിലുള്ള വുമൻസ് ലാൻഡിനെ കുറിച്ചാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പോലും WOMEN എന്നല്ല, മെൻ എന്നുള്ള പദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് MYN എന്ന പേരിലാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ 1970-കളിൽ ആരംഭിച്ച വുമൻസ് ലാൻഡ് മൂവ്മെന്റ് എന്നൊരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു നഗരം പിറവിയെടുക്കുന്നത്. പുരുഷാധിപത്യം ഇല്ലാതെ തങ്ങൾ സമാധാനമായി ജീവിക്കണം എന്നൊരു ആശയത്തോടു കൂടിയാണ് ഈ സ്ത്രീകൾ ഇങ്ങനെയൊരു നഗരം നിർമ്മിക്കുന്നത് തന്നെ. വളരെ സ്വയം പര്യാപ്തത നിറഞ്ഞൊരു നഗരമാണിത്. വൈദ്യുതിക്ക് പോലും അവർ പുറം ലോകത്തെ ആശ്രയിക്കുന്നില്ല. 100% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് അവിടുത്തെ സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള 80% ഭക്ഷണവും അവർ അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഒരു രാജാവിനെ പോലെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ ആ നഗരത്തിൽ വെറും $500 മാത്രമേ മാസവരുമാനം മതിയാവുന്നുള്ളൂ. അമേരിക്കയിലെ നഗരമാണെങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്ത്രീയാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ എന്നതിനാൽ തന്നെ 1970-കൾക്ക് ശേഷം ഒരു ഓഫീസറോ പ്രസിഡന്റോ ആരും തന്നെ ഈ നഗരത്തിലേക്ക് കാല് പോലും വച്ചിട്ടില്ല. ഇനി നമുക്ക് അവിടെ താമസിക്കുവാനോ സന്ദർശിക്കുവാനോ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. നമ്മൾ എത്ര കോടി രൂപ മുടക്കാമെന്ന് പറഞ്ഞാൽ പോലും അവിടേക്ക് നമുക്കാർക്കും പ്രവേശനമില്ല. ഇനി അഥവാ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ പോലും ആ നഗരത്തിലുള്ള എല്ലാ സ്ത്രീകളും വോട്ട് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലൊരാൾ പോലും താല്പര്യം പ്രകടിപ്പിക്കാണ്ടിരുന്നാൽ അതിനും പറ്റില്ല. പ്രകൃതിയോട് ഇണങ്ങി കൃഷിയൊക്കെ ചെയ്ത് വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് അവിടെയുള്ള സ്ത്രീകൾ നയിക്കുന്നത്. സ്ത്രീകൾക്ക് സമാധാനമായും സുരക്ഷിതമായിട്ടും ജീവിക്കാനും പ്രകൃതിയുമായി കൂടുതൽ അടുക്കാനുമുള്ളൊരു ഇടമായിട്ടാണ് അവർ ഈ സ്ഥലത്തെ കാണുന്നത്.